ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ തായ്ലാൻഡ് ട്രിപ്പിലെ അവസാനത്തെ ദിനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ടെമ്പിൾ വിസിറ്റുകളാണ്. മെയിൻലി ആദ്യത്തെ ടെമ്പിൾ വിസിറ്റിനായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ടെമ്പിൾ ഈസ് മാർബിൾ ടെമ്പിൾ. എല്ലാ ടെമ്പിൾസും ബുദ്ധ ടെമ്പിൾസാണ്. മെയിൻലി ഇവർ ബുദ്ധിസമാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് തായ്ലൻഡുകാർ. നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോയും ഞങ്ങൾ എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ ഷൂസും എല്ലാം ഊരി വെച്ചിട്ട് വേണം ടെമ്പിളിനകത്തേക്ക് കയറാൻ. ചപ്പൽസ് ഒന്നും അലൗഡ് അല്ല ടെമ്പിളിനകത്ത്. സോ ഞങ്ങൾ ഷൂസ് എല്ലാം ഊരി വെച്ച് ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തായ്ലൻഡിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ബുദ്ധ സ്റ്റാറ്റ്യൂസ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം, ഇത് ഓരോ ഭാഗത്തുനിന്ന് ഓരോ തായ്ലൻഡിൻ്റെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇവിടെ കൊന്ന് പ്രതിഷ്ഠിച്ചിട്ടുള്ള പലതരം സ്റ്റാറ്റ്യൂസാണ്. അങ്ങനെയുള്ള ധാരാളം സ്റ്റാറ്റ്യൂസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാത്തിൻ്റെ സൈഡിലും തായ്ലൻഡിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ടെമ്പിൾസ് എല്ലാം വിസിറ്റ് ചെയ്യാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല ആൾക്കാരാണ് ഓരോ ദിവസവും ഈ തായ്ലൻഡിൽ എത്തിച്ചേരുന്നത്. സോ അങ്ങനെ എത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അവരുടെ ടൂർ ഗൈഡ് ഈ ടെമ്പിളിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി പറഞ്ഞ് കൊടുക്കുന്നതാണ് ഈ കേൾക്കുന്നത്. വളരെ കൗതുകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അത് കേട്ട് നിന്നിരുന്നു. പിന്നെ ടെമ്പിളിൻ്റെ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്നത് ഈ തായ്ലൻഡ് രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ചർ തന്നെയായിരുന്നു. നമ്മൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ടെമ്പിളുകളും കാര്യങ്ങളും. പക്ഷെ അത് നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്ന ഒരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകൾക്ക് ശേഷം മെയിൻ പ്രതിഷ്ഠയുള്ള അകത്തോട്ട് കിടക്കുകയാണ്. ഇവിടെയാണ് മെയിനായിട്ടുള്ള ബുദ്ധനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ മുറി വളരെ സൈലൻ്റായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്. അവിടെ വരുന്നവരും വളരെ സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുദ്ധപ്രതിഷ്ഠ തന്നെയായിരുന്നു അകത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ നന്നായിരുന്നു. അകത്തെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതും കാര്യങ്ങളും എല്ലാം. അകത്തെ കാഴ്ചകൾക്ക് ശേഷം പുറമേയുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കാണാൻ ഞങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു. പുറമേ ഒരുപാട് ചെടികൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഗാർഡൻ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഗാർഡൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പുറമേയും കുറേ അധികം പല സ്ഥലങ്ങളിലായി ഈ ബുദ്ധപ്രതിമകൾ തന്നെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ലൊരു ഗാർഡനിങ് തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ മാർബിൾ ടെമ്പിളിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ജെംസ് ഗാലറിയിലോട്ടാണ്. സോ അങ്ങനെ ഞങ്ങൾ ജെംസ് ഗാലറിയിലേക്ക് കിടക്കുകയാണ്. സോ ജെംസ് ഗാലറി കടന്ന ഉടനെ തന്നെ അവർ ഞങ്ങൾക്ക് ഒരു ജെംസ് ഗാലറിയുടെ പൂർണ്ണമായ ഒരു വീഡിയോ കാണിച്ചു തന്നിരുന്നു. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെയാണ് ഇത് എനിക്ക് തോന്നിയത്. ഒരു സ്വന്തമായിട്ടൊരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ടാണ് ഈ വിസിറ്റേഴ്സിന് അത് കാണിച്ചു കൊടുക്കുന്നത്. സോ ഈ കാണുന്നതാണ് അവിടെ ജെംസ് ഗാലറിയിൽ പണിയെടുക്കുന്ന പണിയാണ് ഈ കാണുന്നത്. അവർ പലതരം ജെംസ് കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളും അവരെങ്ങനെയാണ് പണിയെടുക്കുന്നത് അതെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അവിടെ നിന്ന്. നല്ലൊരു അനുഭവമായിട്ടാണ് ഞാൻ തോന്നിയത്. ഇതുപോലുള്ള അവസരങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇതിനു മുന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന സ്വർണ്ണപ്പണി പോലെയാണ് അവിടെ ഈ ജെംസ് കൊണ്ടുള്ള പണിക്കാർ പണിയുന്നത്. പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കാണാനും അറിയാനും നമുക്കൊരു സാധിച്ചാൽ വളരെ സന്തോഷം തോന്നി. ഇതിന് മുൻപൊന്നും നമുക്ക് ഇതുപോലൊരു അവസരം കിട്ടിയിട്ടില്ല ഇതൊന്നും അറിയാനൊന്നും. പക്ഷെ അത് പുതിയൊരു അറിവായതുകൊണ്ട് നല്ലൊരു അനുഭവം തന്നെയായിട്ടാണ് തോന്നിയത്. സോ അവിടുത്തെ പലതരം ജെംസുകളുടെ ഒരു കളക്ഷനാണ് ഈ കാണുന്നത്. ഇതൊരു ഷോ പീസ് പോലെ അവർ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ജെംസ് ഗാലറി കാഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ അടുത്ത ടെമ്പിളായ ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഈ ടെമ്പിളിൻ്റെ മെയിൻ സവിശേഷത എന്ന് പറയുന്നത് 5.5 ടൺ സ്വർണം കൊണ്ട്, ഒരു റിയൽ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധപ്രതിമയാണ്. 5.5 ടൺ എന്ന് പറയുമ്പോൾ 5500 കിലോ സ്വർണം കൊണ്ടാണ് അവിടുത്തെ ബുദ്ധപ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഈ ടെമ്പിളിലെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കുറേ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടുവന്നിട്ടുള്ള കുറേ കാഴ്ചകളും ഇവിടെ കാണാൻ സാധിച്ചിരുന്നു ഈ അമ്പലത്തിൽ. സോ മാർബിൾ ടെമ്പിളിലെ പോലെ തന്നെ ഇവിടെയും ഷൂസ് എല്ലാം ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാനായിട്ട്.
അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് പ്രവേശിക്കുകയാണ്. സോ ഈ കാണുന്നതാണ് ആ പ്യുവർ ഗോൾഡിൽ തീർത്തിട്ടുള്ള ബുദ്ധപ്രതിമ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അടിമുടി നോക്കിക്കഴിഞ്ഞാൽ 5500 കിലോ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധപ്രതിമയാണ്. ഫുൾ പ്യുവർ ഗോൾഡാണ്. ആ ബുദ്ധപ്രതിമയ്ക്ക് ചുറ്റുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പലതരം ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. നമുക്ക് പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങാം. അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ വിസിറ്റും കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ്. സോ ബാങ്കോക്കിലെ മെയിൻ ഷോപ്പിംഗ് സെൻറ്ററിലാണ് ഞങ്ങൾ ഇന്ദിര മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ മെയിനായിട്ട് ഷോപ്പിംഗ് ചെയ്തത്. ഷോപ്പിംഗ് സെൻറ്ററിലെ ഒരു കടയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. സോ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്, ബാങ്കോക്ക്. സോ അങ്ങനെ ഞങ്ങളുടെ ജേണി ഏകദേശം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് 8:20 ഫ്ലൈറ്റ്. ഈ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് കൊച്ചിയിലേക്കാണ്. എയർ ഏഷ്യ സെയിം ഫ്ലൈറ്റ് തന്നെയാണ്. സോ അങ്ങനെ ഞങ്ങൾ ചെക്കിനും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ ഫ്ലൈറ്റിലായിട്ട് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും റിട്ടേൺ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഫ്ലൈറ്റ് എടുക്കാറായിട്ടുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഈ കാണുന്നത്. സോ അങ്ങനെ തായ്ലൻഡിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സോ ഗൈസ്, ഞങ്ങളുടെ തായ്ലൻഡ് യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഈ 4 ഡേയ്സിനുള്ളിൽ ഓൾമോസ്റ്റ് പരമാവധി കാണാൻ പറ്റുന്ന എല്ലാ പ്ലേസസും ഞങ്ങൾ കവർ ചെയ്തിരുന്നു. സോ അടിപൊളി ട്രിപ്പായിരുന്നു. ഈ ട്രാൻക്വിൽ ഡെസ്റ്റിനേഷൻസും ലേമൻസ് വെക്കേഷനും ചേർന്ന് ഒരുക്കിയ ഈ പാക്കേജ് എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു. ഈ പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രം ഡേ 1, അതായത് നമ്മൾ ഫ്ലൈറ്റ് കയറിയ കൊച്ചി എയർപോർട്ടിൽ നിന്ന് തുടങ്ങി അവരുടെ സർവീസ് ആയാലും ഫുഡായാലും അക്കോമഡേഷൻ ആയാലും ട്രാവലിംഗ് ആയാലും ഗൈഡായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും വർത്തായിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിട്ടാണ് ഈ പാക്കേജ് ഞങ്ങൾക്ക് തോന്നിയത്. സോ ഈ തായ്ലൻഡ് ട്രിപ്പ് ഇത്രയും ഒരു മെമ്മറബിൾ ആക്കി തന്നതിന് ഈ ട്രാൻക്വിൽ ഡെസ്റ്റിനേഷൻസിനോടും ലേമൻസ് വെക്കേഷൻസിനോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. നിങ്ങളെല്ലാവർക്കും വിശ്വസ്തയോടെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടി ഈ 2 ഓപ്പറേറ്റർമാരെയും സമീപിക്കാവുന്നതാണ്. ഞാൻ ഒരു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. കൊച്ചി എയർപോർട്ടിലേക്ക് തിരിച്ച് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സോ ഗൈസ്, ഞങ്ങളുടെ 4 ദിവസത്തെ തായ്ലൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. തായ്ലൻഡിലെ കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങളുമൊത്ത് ഷെയർ ചെയ്യാനുണ്ട്. അത് വരും വീഡിയോകളിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടിൽ ദെൻ ബൈ.